സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിക്രം അനിയൻകുട്ടനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അനിയൻകുട്ടന് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആള് ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ. കയറി വന്നു. ജോസഫ് ഉണ്ട്, നമ്മുടെ സജീവനുണ്ട്. അപ്പൊ അവരെല്ലാവരോടാണ് വന്നത്. അനിയൻകുട്ട എങ്ങനെ ഇരിക്കുന്നടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. കുഴപ്പമില്ല എന്ന് പറയും. സാരില്ലടാ, വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും, പെട്ടെന്ന് തന്നെ എല്ലാം സുഖാവൂട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എല്ലാത്തിനും ഞങ്ങളുണ്ടടാ നിന്റെ കൂടെ, എത്രയും പെട്ടെന്ന് എനിക്ക് സുഖാകട്ടെ എന്ന് പറഞ്ഞു. അതെ, ഇതിനൊക്കെയുള്ള കണക്ക് നമ്മൾ ഒരുമിച്ച് തന്നെ വീട്ടു അനിയൻകുട്ട, ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേഗം വിക്രം എഴുന്നേറ്റ് കുറച്ച് പൈസ എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കാണ്. ഇത് കയ്യിലിരിക്കട്ടെ, പോട്ടേടാ എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ തുടങ്ങിയപ്പോ വിക്രം നീ ഇവിടെ ഇരിക്കേ. അപ്പൊ വിക്രത്തെ വിളിച്ച് അവിടെ ഇരുത്തി, എടാ ഇനി അതിന്റെ പേരില് ഒരു വഴക്കോ ഒന്നും വേണ്ടടാ എന്ന് പറഞ്ഞു. നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് നീ കേട്ടാച്ചാ മാത്രം മതി. ഇത്രയും കാലം നീ ജീവിച്ചതുപോലെ ഒന്നും അല്ല വിക്രം. നിന്നെ പ്രതി നിന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്ത ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. അത് പറഞ്ഞിട്ട് വേണം, അത് ആലോചിച്ചിട്ട് വേണം നീ ഓരോന്നിലും എടുത്തു ചാടാൻ. എന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. എടാ, വർക്ക്ഷോപ്പില് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും 3 ചക്രമുള്ള ഒരു സൈക്കിള് സംഘടിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ ഉള്ളൂ. എടാ, നീ വിഷമിക്കണ്ടെന്നേ. അതെന്താന്ന് വെച്ചാലേ ലോട്ടറി കച്ചവടം ഈ ഒരുപാട് പേര് ചെയ്യുന്നവരാ. പിന്നെ പഴയ പോലെ ലോട്ടറി എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടടാ. സർക്കാരാണെങ്കിലോ ഓരോ 2 മാസം കൂടുമ്പോഴും ഓരോ ബമ്പറുകൾ ഇറക്കുന്നുമുണ്ട്. അത് വെച്ചിട്ടാണെങ്കിൽ നല്ല കമ്മീഷനാണ്. ചെറിയ പ്രൈസ് അടിച്ചാ മതിനെ. എനിക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ അത് തന്നെ ധാരാളമാടാ. ഒരിടത്ത് തന്നെ ചടഞ്ഞിരുന്ന് ജോലി ചെയ്യാന്നുള്ള ബോറടിയും അങ്ങ് മാറിക്കിട്ടുള്ളൂടാ. നീ ഒന്നും വിഷമിക്കണ്ട എന്നിങ്ങനെ പറയാണ്. ഈ വിഷയത്തിന്റെ പേരിൽ നീ ഇനി ഒരു പ്രതികാരത്തിന് നിന്നാൽ അത് ശരിയാവില്ലടാ. അത് പിന്നെയും തിരിച്ചടിക്കാൻ വരും. അത് പിന്നെ പ്രശ്നമാവും. കൊണ്ടും കൊടുത്തും മാത്രം ഈ കളി അവസാനിക്കില്ലടാ വിക്രം. അതുകൊണ്ട് ഒന്നും വേണ്ട, ഇവിടെ വെച്ച് മറക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഒരു നിലവിളി കേൾക്കുന്നത്. അയ്യോ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിളിക്കുന്നത്. ഇത് കേട്ട് ഇവര് 3 പേരുടെ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഹോസ്പിറ്റലിനെ. അപ്പൊ ഞാൻ ബാലേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് കരയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പെൺകുട്ടീനെയും തള്ളിക്കൊണ്ട് സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരിങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പൊ ഇവരെ ഓടിച്ചൊന്നു, എടാ അത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ബാലൻ സാറല്ലേ എന്ന് ചോദിച്ചു. റിട്ടയർഡ് ആയോ? അദ്ദേഹം പോലീസിലല്ലായിരുന്നോ? അതെ, റിട്ടയർഡ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വളരെ തളർന്നു വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതെ, അത് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇങ്ങനെ അടുത്തു പോയിരുന്നു. എന്നിട്ട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് കേട്ടോ. എന്താ ശാരദേ, നീ ഇങ്ങനെ കരയാതിരിക്കുക, അല്ലാതെ പിന്നെ ഞാനിപ്പൊ എന്ത് വേണം? ഉള്ള കാര്യം എന്താവൂന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വിക്രമൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, അല്ല സാറേ എന്ന് വിളിച്ചു കേട്ടോ. എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വേഗം ഇങ്ങനെ പരസ്പരം ഇവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുവാണ്. മോളാ എന്ന് പറഞ്ഞു. എന്ത് പറ്റി സാറേ, പറ എന്ന് പറഞ്ഞു. പൊള്ളലേറ്റതാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അല്ല മോനെ എന്ന് അമ്മ പറയണം. പൊള്ളലേറ്റതല്ല, അവന്മാര് പൊള്ളിച്ചതാ. ശാരദേ എന്ന് വിളിച്ചു. അപ്പൊ ഇദ്ദേഹം എന്തോ പറയാൻ മടിക്കുന്നത് പോലെ തോന്നി. എന്റെ കുട്ടിയെ അവന്മാരെല്ലാവരും കൂടി, എന്റെ ദൈവമേ ഞാനിത് എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞാണ് ശാരദ ഒച്ചയ്ക്ക് നിലവിളിക്കുന്നത് കേട്ടോ. അപ്പം എന്താ സാറേ, എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കാണ് വിക്രം പതിയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിരുന്നു. ബാലൻ സാറ് പറ, എന്താ സംഭവം എന്ന് ചോദിക്കാണ്. അപ്പൊ ഇദ്ദേഹത്തിന് പറയാനൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ചേർത്ത് പിടിച്ചു. കുറെ നേരം വിക്രം ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കാണ്. ശ്രീനിവാറിന്റെ കാര്യം അറിയാലോ, ബാലൻ സാറിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ട് അത് അന്വേഷിക്കാതെ ചെന്നാലേ സാർ എന്താ പറയാന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട മോനെ, അവരൊക്കെ വലിയ ആളുകളാ. ഇനിയിപ്പൊ അതൊന്നും പറയണ്ട. എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതും പരീക്ഷയുടെ റിസൾട്ട് മോശമായപ്പോ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് മാത്രമാ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെ മതി എന്ന് പറയുകയാണ് അദ്ദേഹം. അല്ലെങ്കിലുണ്ടല്ലോ വലിയ ആളുകളുടെ അടുത്ത് നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കില്ല മോനെ, അതൊന്നും നടക്കില്ല. ഇന്നേ ഈസ്റ്റ് സീലില് ഒരിക്കൽ പോലീസുകാരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലെന്നേ. ഇപ്പോഴത്തെ ഈസ്റ്റ് SI പറഞ്ഞ എന്താന്നറിയോ? നീ എന്റെ മോള് ഇങ്ങനെ ആവാനുള്ള കാരണം വിളിച്ചു പറഞ്ഞ
നിങ്ങളുടെ തള്ളയും നിങ്ങളും കൂടി ഇങ്ങനെ കിടക്കും എന്നാ അദ്ദേഹം പറഞ്ഞത്. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് പൊട്ടിക്കരയാണ്. പറ സാറേ, എന്താ സംഭവിച്ചെന്ന് പറ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോ അവസാനം സംഭവിച്ചതെല്ലാം അദ്ദേഹം തുറന്നു പറയാണ്. ഇത് കേട്ട വിക്രത്തിന്റെ ആകെ സമനില തെറ്റിയ പോലെ ആയി കേട്ടോ. ആള് നേരെ ചെന്നു ആ കുട്ടിയെ ഒന്ന് കണ്ടു. ഒരു നോക്ക് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ വിക്രം ഇങ്ങനെ കണ്ണു പൊത്തി പിടിച്ചിട്ട് സഹിക്കാൻ പറ്റിയില്ല വിക്രത്തിന്. അപ്പൊ അവിടെ നിന്ന് നേഴ്സ് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചു നേരം ആള് കരച്ചിൽ അടക്കി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ബാലൻ സാറിനെയും കൊണ്ട് നേരെ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറഞ്ഞു. എടോ, ഇത്ര മൃഗീയമായി ആ കുട്ടിയോട് പെരുമാറിയിട്ടാണോ താൻ എന്താ സാരത ആത്മഹത്യാ ശ്രമമാണെന്ന് പറയാൻ ശ്രമിക്കുന്നത്? എന്താ ബാലൻ സാറേ, ഒന്നുമില്ലെങ്കിലും ഒരു റിട്ടയർഡ് പോലീസുകാരനല്ലേ, അങ്ങനെ പറയണമെന്നൊന്നും നിയമത്തിൽ എന്താ പറയാ സ്വാധീനമുള്ളവരൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? MLA വാസവന്റെ മകനും കൂട്ടുകാരനും ചേർന്ന് എന്റെ മകളെ പിച്ച് ചീന്തി ആസിഡ് ഒഴിച്ച് കൊല്ലാൻ നോക്കിയെന്ന് ഞാൻ പറഞ്ഞു നടക്കണമെന്നാണോ? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പുളിക്കൻ അങ്ങോട്ടേക്ക് വരുന്നത്. സാറേ, ആ വരുൺ അവൻ മാത്രമായിരുന്നില്ല, ആ അഭിലാഷോടെ ഉണ്ടായിരുന്നു. അവന്മാര് രണ്ടുപേരോടി ചേർന്ന ബാലൻ സാറിന്റെ മകളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. ഇതുകൂടി കേട്ടപ്പോ ബാലൻ സാറിന് ഒട്ടും സഹിക്കാനേ പറ്റിയിരുന്നില്ല കേട്ടോ. ആള് ഭയങ്കരമായിട്ട് നിലവിളിക്ക. സമാധാനിക്ക്, കരയരുതേ എന്ന് പറഞ്ഞു. ബാലൻ സാറേ, താൻ ഇങ്ങനെ സമാധാനിക്ക. അപ്പൊ വേഗം എഴുന്നേറ്റിട്ട് വിക്രം എന്ന് വിളിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞതുപോലെ അവനുള്ള സ്ഥലം കണ്ടെത്തി വരികയല്ല നീ ചെയ്യേണ്ടത്. ഇനി നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ ആളുകളുടെ മുന്നിൽ വെച്ച് ഇഞ്ചിഞ്ചായി കൊല്ലണം അവനെ. ആ കുട്ടി അനുഭവിച്ച നരകവേദന അവർ ഓരോരുത്തരും അനുഭവിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാവരുത്. ഒരു തുണ്ട് ശ്വാസത്തിന് വേണ്ടി പെടഞ്ഞ് അവൻ അവിടെ കിടക്കണം. ഇനി ഒരു പെൺകുട്ടിക്കും അത് അനുഭവിച്ച് കൊടുത്തുകൂടാ വിക്രം എന്ന് പറഞ്ഞു. വിക്രം അത് ഏറ്റെടുത്തു കേട്ടോ. ദേ, കേസ് എന്തായാലും അത് നമ്മൾ വരുന്നത് വെച്ച് കാണാം വിക്രം എന്നുകൂടി ശ്രീനിവാസം ചേർത്തു. എന്നിട്ട് വിക്രം നേരെ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് വേദിയും നമ്മുടെ അമ്മയും അച്ഛമ്മയും കൂടി ചേർന്ന് അമ്പലത്തിന് ചുറ്റുവിളക്കും ഒക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ. മോളെ, അതാണ് അത് നടയിൽ വെക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് മനസ്സുരുകി മോള് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിളക്കങ്ങ് കെട്ടു കേട്ടോ. എന്തോ അനർത്ഥം സംഭവിക്കാൻ പോണു എന്നൊരു തോന്നൽ. അപ്പൊ വേഗം ദേവി എന്ന് വിളിച്ച് ഇവരെല്ലാവരും സങ്കടപ്പെട്ടു നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാണ്. ഈ സമയത്താണ് നമ്മുടെ വിക്രം വാസവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. MLA വാസവന്റെ വീട്ടിലേക്ക് ചാവട്ടി തുറന്നു തന്നെ എത്തി ഇവൻ. ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ആ പെൺകുട്ടിയുടെ മുഖമാണ് വിക്രത്തിന്റെ മനസ്സ് നിറച്ചുണ്ടായിരുന്നത്. നേരെ അകത്തേക്ക് കയറി ചെന്നു വാതിൽ ആഞ്ഞടിച്ചു. അപ്പോഴേക്ക് ഈ വരുൺ വന്ന് വാതിൽ തുറന്നു. നീയോ എന്ന് ചോദിച്ചു. അതേടാ, ഞാൻ തന്നെ, നിന്നെ ഞാനൊന്ന് കാണാൻ തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞോണ്ട് ഇവനെ അങ്ങ് ചവിട്ടി വീഴ്ത്തി കേട്ടോ. പിന്നെ പാവപ്പെട്ട പെൺകുട്ടിയെ പിച്ച് ചെന്നിട്ട് നിനക്കൊക്കെ അവളെ ആത്മഹത്യ ചെയ്തൊന്ന് വരുത്തി തീർക്കണം അല്ലട നായേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ അവന്മാര് അത് അഭിലാഷും ഗുണ്ടകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇവന്മാര് തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇവന്മാര് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പൊ നമ്മുടെ വരുണിന്റെ പുറകെ തന്നെയാണ് വിക്രം കൂടിയത്, വാസവന്റെ മകന്റെ. എന്നിട്ട് ഇവനെ ഓടിച്ചിട്ട് വഴിയിലിട്ട് തല്ലി. എന്നിട്ട് കയ്യും കാലും ഒടിച്ചു. അത് പോരാഞ്ഞിട്ട് അവിടെ വണ്ടി പണിതുകൊണ്ടിരുന്ന അതിന്റെ ജാക്കിയൊക്കെ എടുത്തു വെച്ചും അതിന്റെ ലിവറും ഒക്കെ വെച്ചിട്ട് ഇവനെ ഊടുപാട് തല്ലുകയും അടിക്കുകയും ചെയ്തു. അപ്പൊ നാട്ടുകാരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതൊന്നും പോരാഞ്ഞിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല വിക്രത്തിന്. ഈ സമയത്താണ് വേദ അതിലെ പാസ് ചെയ്ത് ഓട്ടോയിൽ ഇങ്ങനെ പോകുന്നത്. ഇതിങ്ങനെ വേദ കണ്ടോണ്ടാണ് പോകുന്നത് ഇവനായിട്ട് ഊടുപാട് തല്ലുന്നത്. എന്നിട്ടും കലി തീരാതെ അവിടെ ഇരുന്ന കല്ലെടുത്ത് ഇവന്റെ മണ്ട കയറിയിരുന്ന് ഇവന്റെ തലയൊക്കെ തല്ലി പൊളിക്കുകയാണ് വിക്രം. എന്നിട്ട് ഇത് കണ്ട വേദയുടെ തലയാകെ മരച്ചു പോയതുപോലെയായി. വേദ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് ആൾക്കൊന്നും മനസ്സിലായതേയില്ല. ഫുള്ള് കണ്ടു വേദ. എന്നിട്ട് നേരെ വേദ വീട്ടിലേക്കും പോയി. വിക്രം എങ്ങോട്ടാന്നറിയില്ല. വിക്രവും അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പൊ ഓട്ടോറിക്ഷയെ വന്ന് ഇറങ്ങിയിട്ട് എത്രയായി എന്ന് ചോദിച്ചു. ഒരു 500 നോട്ട് എടുത്ത് കൈ കൊടുത്തു. എന്നിട്ട് വേദ പോവാ. ചേച്ചി, എന്താലോചിച്ച പണം കൊടുക്കുന്നത്? ഇത് 500 നോട്ടാ. സോറി. അപ്പൊ അദ്ദേഹം ബാക്കിയൊക്കെ കൊടുത്തിട്ട് അതും വാങ്ങി. വേദ വന്ന ആ തൂണിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ആഹാ, മോള് വന്നോ എന്ന് ചോദിച്ചോണ്ട് കമല പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്തു പറഞ്ഞു അച്ഛമ്മ എന്ന് ചോദിച്ചു. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. മോളെ, എന്തു പറ്റി? നിന്റെ മുഖം ഇല്ലാണ്ട ആകെ വിയർത്തിരിക്കുവാണല്ലോ. എന്തു പറ്റി? പനിയുണ്ടോ മോനെ? പനിയുണ്ടല്ലോ.
പനിക്കുന്നുണ്ട്. ഏ ഒന്നുമില്ലമ്മേ, സാരില്ല എന്ന് പറഞ്ഞു. എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്ന് ചോദിച്ചു. പക്ഷെ വേദിക്ക് കണ്ടത് എനിക്കേ ഓർക്കാൻ പറ്റുന്നില്ല, ഞാനത് എങ്ങനെ അമ്മയോട് പറയും എന്നായിരുന്നു വേദയുടെ സംശയം. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് വിക്രത്തിന്റെ ജീവിതത്തിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നോർത്ത് ഈ പാവം മനസ്സുരുകി ഇല്ലാണ്ടാവും എന്നോർത്ത് വേദ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.